എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hskp.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ hskp.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ഓപ്പൺ ആവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് തന്നെ സ്പോർട്സ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതുകൂടാതെ തന്നെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അവിടെ റാങ്ക് ഡീറ്റെയിൽസ്, യുവർ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അത് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുള്ളതിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ നിലവിൽ ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി കിട്ടിയ വിദ്യാർത്ഥിയുടെ ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ഓപ്ഷൻ ഉള്ള വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതിൻ്റെ തെളിവാണ് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഒരു ലിങ്ക് കാണുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം വിദ്യാർത്ഥികൾ ജൂൺ 26 വൈകുന്നേരം 4 മണിക്കുമായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോർട്സിൻ്റെ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കുന്നതിനായിട്ട് സ്പോർട്സ് റാങ്ക് ലിസ്റ്റ് എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലാണോ നിങ്ങൾ അപേക്ഷിച്ചത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളല്ല ആ ഒരു ജില്ലയിൽ ആ ഒരു അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക്, ആപ്ലിക്കേഷൻ നമ്പർ, സ്പോർട്സ് നമ്പർ, പേര്, ബെസ്റ്റ് സ്കോർ, ഇവൻ്റ് ടൈപ്പ്, ന്യൂ റെക്കോർഡ്, അതുപോലെ DOB, അതുപോലെ തന്നെ ക്യാപ്റ്റൻസി, അതുപോലെ തന്നെ ഇവൻറ്റ്സ് കൗണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് റാങ്ക് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂൺ 26 വൈകുന്നേരം 4 മണിക്കുമ്പായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് 2025 ജൂൺ 24 രാവിലെ 10 മണി മുതൽ പ്രവേശനം സാധ്യമാവും വിധം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിനിലെ സ്പോർട്സ് സപ്ലിമെൻ്ററി റിസൾട്ട്സ് എന്നുള്ള ലിങ്കിലൂടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രസ്തുത പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കുന്ന ലിങ്കിലൂടെ 2 പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ പരിശോധിച്ച് പ്രവേശനത്തിന് ഹാജരാവേണ്ട ദിവസവും സ്കൂളും പ്രവേശനത്തിന് വേണ്ട രേഖകളും കൃത്യമായി മനസ്സിലാക്കണം. അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുത്ത് തരുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ സ്ഥിര പ്രവേശനം നേടണം. അതായത് പെർമനൻറ്റ് അഡ്മിഷനാണുള്ളത്. അപേക്ഷകർ തങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. സ്പോർട്സ് കോട്ടയിലെ അവസാന അലോട്ട്മെൻറ്റാണിത്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം 2025 ജൂൺ 26 വൈകുന്നേരം 4 മണിക്കുമ്പായിട്ട് തന്നെ സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാവണം. അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ 1-ാമത്തെ പേജിൽ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങളും പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന 2ാം ഭാഷയും രേഖപ്പെടുത്തി വിദ്യാർത്ഥിയും രക്ഷകർത്താവും ഒപ്പുവെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ TC ആണ്. അതുപോലെ സ്കോർ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പോർട്സ് മികവുകളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അസൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, എന്നിവ ഹാജരാക്കണം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബോർഡിൽ നിന്നും ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സമയം അനുവദിക്കുന്നതാണ്. അതായത് SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മതി. പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കുന്ന യോഗ്യത തെളിയിക്കുന്ന പകർപ്പുകൾ സ്വീകരിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ സ്കൂൾ അധികൃതർ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പ്രസ്തുത റിസൾട്ടിൻ്റെ സാധുവായ
സാധ്യത ഉറപ്പാക്കാവുന്നതാണ്. പ്രവേശന സമയത്ത് TCയുടെയും അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ നിർബന്ധമായിട്ടും ഹാജരാക്കണം. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ TCയും നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുപോകേണ്ടത് എന്ന് പറയാം. ഒന്നാമത്തേത് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ തെളിവായിട്ടുള്ള അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. രണ്ടാമത്തേത് SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്. അടുത്തത് TCയാണ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആ ഒരു സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് സ്കോർ കാർഡ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സ്കോർ കാർഡ് എടുക്കണം. അതുപോലെ തന്നെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോക്യുമെൻറ്റ്സ്, അത് എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് ആ ഒരു ഡോക്യുമെൻറ്റ്സ് എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ EWS വിഭാഗം റിസർവേഷനുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ്, അതായത് ഫീസ് വേണം. അതുപോലെ തന്നെ അത് ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ PTA ഫണ്ട് അതുപോലെയുള്ള ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിടാം. അപ്പോൾ അത് എത്ര രൂപയാണോ അതിൽ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു സ്കൂൾ തന്നെ മതി, ഇപ്പോൾ കിട്ടിയ ആ ഒരു കോഴ്സ് തന്നെ മതി എന്നാണെങ്കിൽ യൂണിഫോം വാങ്ങിക്കുക. അതല്ല ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു ജൂൺ 26-ാം തീയതി വൈകുന്നേരം 4 മണിക്കുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.